അല്ല, യഥാർത്ഥത്തിൽ ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് ആകെ വല്ലാത്തൊരു അങ്കലപ്പിലാണ്. ശ്രീ കെ മുരളീധരനെ പോലുള്ള ഒരു സീനിയർ നേതാവ് ഈ നിലയിൽ വർത്തമാനങ്ങൾ പറയുകയാണ്. ഇപ്പോൾ അദ്ദേഹം ആദ്യം ഡീൽ ആരോപണം പറഞ്ഞു. ഇപ്പോൾ അവർക്ക് പ്രവർത്തിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ആളെ തിരക്കിയ വാർത്തയാണ് വന്നത്. അത് LDF സ്ഥാനാർത്ഥിയുടെ മണ്ടേ കൊണ്ടുവയ്ക്കുന്നു. അപ്പോൾ ഈ നിലയിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ ഈ നിലയിൽ അഭിപ്രായം പറയുന്നത് ശരിയോ എന്ന് അദ്ദേഹത്തെ പോലുള്ളൊരു മുതിർന്ന നേതാവ് മറുപടി പറയേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം വളരെ അനുഭവക്കരുത്തുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹം ഇങ്ങനെ LDF സ്ഥാനാർത്ഥിക്കെതിരെ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം അദ്ദേഹമാണ് പരാജയ ഭീതിയിൽ ഉള്ളത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഇപ്പോൾ BJP ആണ് വരുന്നത്. UDFൻ്റെ പ്രവർത്തകന്മാരെ ഒരിടത്തും കാണാനില്ല. പല സ്ഥലങ്ങളിലും ഈ വാർത്ത പറഞ്ഞത് ശരിയാണ്. പല സ്ഥലങ്ങളിലും അവരുടെ ആളുകളില്ല. അവരുടെ ആളുകൾ പ്രവർത്തന രംഗത്ത് വരുന്നില്ല. ബൂത്തിൽ പ്രവർത്തിപ്പിക്കാൻ ആളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തു നിന്നുള്ള ആളുകളാണ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കുന്നവരടക്കം പുറത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് കൂടെ കൂട്ടി റാലി നടത്തുന്നു, സ്ക്വാഡ് വർക്ക് നടത്തുന്നു. എന്നിട്ട് LDFൻ്റെ സ്ഥാനാർത്ഥിയുടെ പേർക്ക് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തെ പോലുള്ളൊരു സീനിയർ നേതാവ് ഒഴിവാക്കേണ്ട ഒരു പരാമർശമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ശരിയായ മത്സരമാണ് ഞങ്ങൾ നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആരുമായിട്ടും ഡീലുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയില്ല. അപ്പോൾ ഇത്തരം ആരോപണങ്ങൾ അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് ഉന്നയിക്കുന്നത് ശരിയല്ല. സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. താങ്കൾ പറയുന്നത് ഈ പരസ്യം കൊടുത്തത് കോൺഗ്രസ് തന്നെയാണെന്നാണ് താങ്കളുടെ വിശ്വാസം? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവണം. അങ്ങനെയാണല്ലോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തയാണ് നമ്മളും കണ്ടത്. മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ശരിയായിരിക്കണമല്ലോ. ഞങ്ങളുടെ ഫീൽഡിലുള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് വീടുകളിൽ പോകാൻ ആളില്ല. പുറകെ വരുന്നതെല്ലാം പുറത്തുനിന്നുള്ള ആൾക്കാരും മറ്റുമൊക്കെയാണ്. സ്ഥാനാർത്ഥിയുടെ കൂടെ സഞ്ചരിക്കുന്നതും പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കൂലിക്കെടുത്തവരാണ് എങ്കിൽ അവർ സംഘടനാപരമായി പരിശോധിച്ച് പരിഹാരം ഉണ്ടാക്കട്ടെ. നാട്ടുകാർക്ക് ബോധ്യപ്പെട്ട കാര്യം, മാധ്യമങ്ങൾക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, അത് LDF സ്ഥാനാർത്ഥിയുടെ ചുമലിലേക്ക് കൊണ്ടുവയ്ക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പ്രശാന്ത്, ഇപ്പോൾ ഈ രണ്ടാം സ്ഥാനത്ത് BJP ആണെന്ന് പറയുന്നത് ഈ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യം വെച്ചാണ് എന്ന് ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അല്ല, അത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാൻ 2019-ലും 2021-ലും വട്ടിയൂർക്കാവ് വിജയിച്ചതാണ്. അപ്പോൾ അന്നൊന്നും ഇല്ലാത്ത ഡീല് ഇപ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എനിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം 5 വർഷം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചതുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ജനങ്ങളുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാ വിഭാഗം രാഷ്ട്രീയ പാർട്ടികളുടെയും വോട്ട് നേടാൻ തക്ക നിലയിലുള്ള ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ അത്തരം ആരോപണങ്ങൾ അദ്ദേഹം എന്തിനാണ് ഉന്നയിക്കുന്നത് അറിഞ്ഞൂടാ. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഫീൽഡിലെ ചിത്രം വെച്ചാണ് പറഞ്ഞത്. കോൺഗ്രസിന് പ്രവർത്തിക്കാൻ ആളില്ല പല സ്ഥലങ്ങളിലും. കോൺഗ്രസിൻ്റെ പ്രചരണം ശുഷ്കമായി വരുന്നു. രണ്ടാം സ്ഥാനത്തേക്ക് അവർ കയറി വരുന്നൊരു സ്ഥിതിയാണ് പൊതുവിൽ മണ്ഡലത്തിലാകമാനം കാണുന്നത്. അത് വസ്തുതയാണ് ഞങ്ങൾ പറഞ്ഞത്.